നമസ്കാരം. മാന്യപ്രേക്ഷകർക്ക് കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ വാർത്തകൾ. കുവൈത്തിലെ വാഹന ഉടമകൾക്ക് ഒരു സന്തോഷ വാർത്ത. കുവൈത്തിൽ പെട്രോളിന് വില കുറച്ചു. ജൂലൈ 1 മുതൽ 3 മാസക്കാലയളവിലേക്കാണ് വില കുറവ് നൽകിയിട്ടുള്ളത്. പുതുക്കിയ നിരക്കനുസരിച്ച് പ്രീമിയം 85 ഫിൽസ് സ്പെഷ്യൽ, പ്രീമിയം 95 ഫിൽസ്, അൾട്രാ പ്രീമിയം 205 ഫിൽസ് എന്നിങ്ങനെയാണ് പുതുക്കിയ നിരക്കുകൾ. കുവൈത്തിൽ ദുരന്ത നിവാരണ സമിതി രൂപീകരിക്കും. ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്കും സന്നദ്ധ സേവനങ്ങൾക്കും പരിശീലനം നേടിയ പ്രത്യേക സംഘത്തെയാണ് സാമൂഹികകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിൽ രൂപീകരിക്കുന്നത്. കുവൈറ്റ് സൊസൈറ്റി ഫോർ ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന പേരിലാണ് പ്രത്യേക സംഘത്തെ രൂപീകരിക്കുന്നത്. മംഗഫിൽ ബഹുനില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഇന്ത്യക്കാരുൾപ്പെടെ 49 വിദേശികൾ മരിക്കാനും നിരവധി പേർക്ക് പരിക്കേൽക്കാനും ഇടയായ സംഭവത്തിന് ശേഷമാണ് പ്രത്യേക ദുരന്ത നിവാരണ ടീമിന്റെ പ്രഖ്യാപനം. സാമൂഹിക കുടുംബ ശിശുകാര്യ മന്ത്രിയും യുവജനകാര്യ സഹമന്ത്രിയുമായ ഡോക്ടർ അംദൽ അൽ ഹുവൈലയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയത്. പ്രകൃതി ദുരന്തങ്ങളോ അത്യാഹിതങ്ങളോ നടന്നാൽ ഉടൻ സംഭവസ്ഥലത്ത് എത്തുകയും ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾക്ക് ആവശ്യമായ സഹായവും പിന്തുണയും നൽകുകയാണ് സംഘത്തിന്റെ പ്രധാന ദൌത്യം. ഇതിനായി ടീമംഗങ്ങൾക്ക് സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ തുടങ്ങി പ്രത്യേക പരിശീലനം നൽകും. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. ടെലികോം വികസനത്തിൽ കുവൈത്ത് വീണ്ടും 1-ാം സ്ഥാനത്ത്. രാജ്യത്ത് 99.7% ആളുകൾ ഇന്റർനെറ്റ് സേവനം ഉപയോഗിക്കുന്നവർ. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻസ് യൂണിയന്റെ ITU 2024 ICT മേഖലാ വികസന സൂചികയിലാണ് കുവൈത്ത് വീണ്ടും 1-ാം സ്ഥാനത്തെത്തിയത്. തുടർച്ചയായി 2ാം തവണയാണ് കുവൈറ്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തുന്നതെന്ന് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്മീഷനാണ് അറിയിച്ചത്. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ രാജ്യത്ത് താമസിക്കുന്ന 99.7% പേരും ഇന്റർനെറ്റ് സംവിധാനം ഉപയോഗിക്കുന്നവരാണ്. ടെലികോം മേഖലയിലെ കുവൈത്തിന്റെ തുടർച്ചയായ നേട്ടം വിദേശ നിക്ഷേപകർക്ക് കൂടുതൽ നിക്ഷേപ സാധ്യതകൾക്ക് വഴിയൊരുക്കുമെന്നും ഇതിലൂടെ രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അതോറിറ്റി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. ഗാന്ധി സ്മൃതി കുവൈറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. പുതിയ വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രജോദ് ഉണ്ണിയെ പ്രസിഡന്റായും മധു മാഹിയെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ഗാന്ധി സ്മൃതി കുവൈറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. കുവൈറ്റിൽ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞ സഹോദരങ്ങളോടുള്ള ആദരസൂചകമായി മൗന പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗം രക്ഷാധികാരി ശ്രീ റെജി സെബാസ്റ്റ്യൻ നിയന്ത്രിച്ചു. സാൽമിയയിൽ വെച്ച് പ്രസിഡന്റ് പ്രജോദ് ഉണ്ണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 2023-24 വർഷത്തെ സംഘടനാ പ്രവർത്തന റിപ്പോർട്ട് ജനറൽ സെക്രട്ടറി മധു മാഹിയും വരവ് ചെലവ് കണക്കുകൾ ട്രഷറർ അഖിലേഷ് മാലൂരും അവതരിപ്പിച്ചു. പുതിയ വർഷത്തേക്കുള്ള ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി പ്രജോദ് ഉണ്ണിയെയും ജനറൽ സെക്രട്ടറിയായി മധു മാഹിയെയും ട്രഷററായി അഖിലേഷ് മാലൂരിനെയും വീണ്ടും തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റ് റൊമാൻസ് പെയ്റ്റൻ, ജോയിന്റ് സെക്രട്ടറി ബിജു അലക്സാണ്ടർ, ജോയിന്റ് ട്രഷറർ PK സജിൽ, ആർട്ട് സെക്രട്ടറി പോളി അഗസ്റ്റിൻ, ഡാറ്റ സെക്രട്ടറി ആന്റണി പൈലി, ചാരിറ്റി കോർഡിനേറ്റർ രാജീവ് തോമസ്, മീഡിയ കോർഡിനേറ്റർ സന്തോഷ് തിടുമൻ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ. മുഖ്യ രക്ഷാധികാരികളായി ബിനുമാഷ്, ബക്കൻ ജോസഫ് എന്നിവരെയും രക്ഷാധികാരിയായി റെജി സെബാസ്റ്റ്യൻ, ഉപദേശക സമിതി അംഗങ്ങളായി ലാക് ജോസ്, എൽദോ ബാബു, ഷിൻഡോ ജോർജ്, ജോബി തോമസ്, ടോം ജോർജ് എന്നിവരെയും തിരഞ്ഞെടുത്തു. വനിതാവേദി ചെയർപേഴ്സൺ ഷീബ പേറ്റൻ, സെക്രട്ടറി കൃഷ്ണകുമാരി ടീച്ചർ, ട്രഷറർ ജാസ്മിൻ റൂഫസ് എന്നിവരെയും വാർഷിക പൊതുയോഗം തിരഞ്ഞെടുത്തു. ഗാന്ധി സ്മൃതി കുവൈറ്റിന്റെ കേരളത്തിലെ കോർഡിനേറ്ററായി സുധീർ മൊട്ടപ്പലിനെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മണി പാനൂർ, റാഷിദ്, അനിൽകുമാർ, സുനീഷ് മാത്യു, ഷിജോ പൈലി എന്നിവരെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. BDK കുവൈറ്റ് ചാപ്റ്റർ യമുന രഘുപാലിന് യാത്രയപ്പ് നൽകി. ചടങ്ങുകൾക്ക് BDK കുവൈറ്റ് ചാപ്റ്റർ ജനറൽ കൺവീനർ രാജൻ തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. കുവൈറ്റിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന BDK ഏഞ്ചൽസ് വിംഗ് കോർഡിനേറ്റർ യമുന രഘുപാലിന് BDK യാത്രയപ്പ് നൽകി. BDK കുവൈറ്റ് ചാപ്റ്റർ രൂപം കൊണ്ട നാൾ മുതൽ അതിന്റെ പ്രവർത്തനങ്ങളിൽ സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ അംഗമായിരുന്നു യമുന രഘുപാൽ എന്ന് യോഗം അഭിപ്രായപ്പെട്ടു. ജനറൽ കൺവീനർ രാജൻ തോട്ടത്തിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ യമുനയ്ക്ക് BDK കുവൈറ്റ് ചാപ്റ്ററിന്റെ ആദരവ് നൽകി. പരിപാടിയിൽ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും സന്നദ്ധ പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കുവൈറ്റ് ഇന്ത്യൻ സിംഗേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കിസ്വ ഷൈജു പള്ളിപ്പുറത്തിന് യാത്രയയപ്പ് നൽകി.
അബ്ബാസിയ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടന്ന ജനറൽ ബോഡി യോഗത്തിൽ പുതിയ വർഷത്തേക്കുള്ള ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. കുവൈറ്റിലെ പാട്ടുകാരുടെ കൂട്ടായ്മയായ കുവൈറ്റ് ഇന്ത്യൻ സിംഗേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കിസ്വ ജനറൽ ബോഡിയും കിസ്വയുടെ പ്രസിഡന്റും കുവൈറ്റിലെ കലാരംഗത്തെ സുപരിചിതനുമായ ഷൈജു പള്ളിപ്പുറത്തിന് യാത്രയയപ്പും നൽകി. അബ്ബാസിയ സെൻട്രൽ സ്കൂളി ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ പ്രസിഡന്റ് ഷൈജു പള്ളിപ്പുറം, ജനറൽ സെക്രട്ടറി ജോയൽ ജോസ്, ആക്ടിംഗ് ട്രഷറർ സമീർ വെള്ളയിൽ, വൈസ് പ്രസിഡന്റുമാരായ റാഫി കല്ലായി, രമ്യ രതീഷ്, ജോയിന്റ് സെക്രട്ടറി സിജു മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. യാത്രയയപ്പ് യോഗത്തിന് ശേഷം നടന്ന ജനറൽ ബോഡി യോഗത്തിൽ പുതിയ വർഷത്തേക്കുള്ള ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. സിന്ധു രമേശ് രക്ഷാധികാരി, ജോയൽ ജോസ് പ്രസിഡന്റ്, ബിനോയ് ജോണി ജനറൽ സെക്രട്ടറി, അനുരാജ് ശ്രീധരൻ ട്രഷറർ, വൈസ് പ്രസിഡന്റുമാരായി സ്റ്റീഫൻ ദേവസി, സിജു മോഹൻ, ജോയിന്റ് സെക്രട്ടറിമാരായി ബിജു തിക്കോടി, ബിജു വറീദ്, ജോയിന്റ് ട്രഷററായി സിജു ശങ്കർ, ആർട്സ് കൺവീനറായി ശ്രീകുമാർ, മീഡിയ കൺവീനറായി കിഷോർ മേനോൻ, സോഷ്യൽ വെൽഫെയർ കൺവീനറായി റാഫി കോഴിക്കോട്, വനിതാ വിഭാഗം കോർഡിനേറ്ററായി സുമി സിജു, ഉപദേശക സമിതി അംഗങ്ങളായി ബീന ടോബി, റാഫി കല്ലായി എന്നിവരെയും വിവിധ ഏരിയ കൺവീനേഴ്സ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായി അശുതോഷ്, റോജോ, അനീഷ് അടൂർ, രതീഷ്, റാഷി, ധനീഷ്, സിദ്ദീഖ്, ശ്രീനിവാസ് എന്നിവരെയും തെരഞ്ഞെടുത്തു. കുവൈറ്റിലെ സംഗീത പ്രേമികൾക്കായി പ്രശസ്ത സംഗീതജ്ഞരെയും ഗായകരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെഗാ മ്യൂസിക്കൽ പരിപാടികൾ ഉൾപ്പെടെ വിവിധ പരിപാടികൾ പദ്ധതിയുള്ളതായി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.